നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണം. വിഷ്ണു വന്നിട്ടുണ്ട്. അത് നമുക്ക് സംസാരിക്കാം. നമസ്കാരം സർ. ഇന്ന് വരയ്ക്കും പട്ടാസ് ലിസ്റ്റിൽ 66 സ്റ്റോക്ക് ഇരിക്കുന്നു എന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അതിനെ സാർ കൺസിഡർ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ അടുത്ത് 300 കമ്പനിക്ക് മുകളിലാണ് സ്റ്റോക്ക് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞത് 66 ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അതെ, ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ ശേഷം 66 എന്ന് പറഞ്ഞു. ബട്ട് ഇപ്പൊ ഈ 66 സ്റ്റോക്കിൽ എനിക്ക് എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ ഈ ഫെബ്രുവരി മാസത്തിലിരുന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആ 66 സ്റ്റോക്കിന് നീ പറ എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചെങ്കിൽ എനിക്ക് തന്നെ അറിയില്ല എന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു. പിന്നെ ഞാൻ ആൽബിൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ലിസ്റ്റ് ഓഫ് ഷെയർസ് ഞാൻ വാങ്ങിയായിരുന്നു. അതായത് പട്ടാസ് ലിസ്റ്റിലിരിക്കുന്ന സ്റ്റോക്ക് കുറച്ച് തരുമോ എന്ന് ചോദിച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ തുടങ്ങണമെന്ന് മുമ്പേ ഈ റുപ്പി വാല്യൂ ഡിപ്രീഷിയേറ്റ് ആകുന്നത് 90 കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കാരണം ഞങ്ങൾക്ക് എന്താണ് യൂസ്? സാർ ഒരു സ്ട്രാറ്റജി പറഞ്ഞിരിക്കുന്നല്ലേ, അതായത് ഗോൾഡ് ഹെഡ്ജിങ് കമ്പനീസോ അല്ലെങ്കിൽ മണപ്പുറം പോലത്തെ കമ്പനീസോ കുറിച്ചൊരു സ്ട്രാറ്റജി പറഞ്ഞില്ലേ സാർ? ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജിയിൽ റുപ്പി ഡിപ്രീസിയേഷൻ ആകുന്ന കാരണം ഞങ്ങൾക്ക് എന്താണ് ലാഭം കിട്ടും? ഗോൾഡ് റിലേറ്റഡ് 2 വിധമായ സ്റ്റോക്ക്. സോ റുപ്പി ഡിപ്രീസിയേറ്റ് ആകുന്ന ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ആകും. അവിടെ വീഴുന്നാലും ഇവിടെ വീഴൂല. എന്ത് സാർ? ഇന്റർനാഷണൽ വീഴുന്നാലും ഇവിടെ വീഴൂല. കുറവാ തന്നെ വീഴും. ഇത് കാരണം ഗോൾഡ് ലോൺ കമ്പനി നന്നായിരിക്കും, ചെറിയ ബാങ്കും നന്നായിരിക്കും, ഗോൾഡ് റീറ്റെയിൽ ചെയ്യുന്നതും നന്നായിരിക്കും, അഡീഷണൽ ചെയ്യുന്നതും നല്ലതായിരിക്കും. അല്ല, സ്വർണ്ണക്കടയല്ലേ സാർ പറയുന്നത്? സ്വർണ്ണക്കടയും ഭട്ടിക്കടയും നന്നായിരിക്കും, വിഷ്ണു നന്നായിരിക്കും, ആനന്ദ് ശ്രീനിവാസനും നന്നായിരിക്കും. സാർ പറഞ്ഞ പട്ടാസ് ലിസ്റ്റിൽ ആക്ച്വലി സ്പീക്കിംഗ് പ്രോഫിറ്റ് തന്നെ, ഭയങ്കരമായ പ്രോഫിറ്റ് 100% മുകളിലായിരിക്കും. 90 റുപ്പിക്ക് ഫാൾ ഇരിക്കുന്നു. ആ സിറ്റുവേഷനിൽ എടുത്ത് നോക്കുമ്പോൾ ആക്ച്വലി പ്രോഫിറ്റിൽ തന്നെ സാർ ഇരിക്കുന്നു. സാർ ഗോൾഡ് ബീസ് ഒക്കെ പറഞ്ഞ സമയം 35 രൂപ 1500 ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ ഞാൻ ഗോൾഡ് ബീസ് ആയിട്ട് പറയുന്നത്. സോ ഓബ്വിയസ്ലി 35,000 എന്ന് പറയുമ്പോൾ 3500 രൂപ. അതുമല്ലാതെ ഈ ഫാർമ കമ്പനിക്കും കൃഷിയാണ്. മോർ ദാൻ 50% ആണ് ഞാൻ പറയുന്ന ഫാർമ കമ്പനി സ്റ്റോക്സിനൊക്കെ. അത് IT കമ്പനിയും കൃഷിയാണ്, ബജാജും കൃഷി. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു പ്ലസ് ആണ് ഇതിൽ. സാർ അങ്ങനെ നോക്കുമ്പോൾ പട്ടാസ് ലിസ്റ്റ് ഇരിക്കുന്ന ആൾമോസ്റ്റ് ഡോളർ ഏർണിംഗ് കമ്പനീസ് അല്ലേ ഇരിക്കുന്നു. ITCയിലും അഗ്രി എക്സ്പോർട്സ് കുറച്ചിരിക്കുന്നു. ടാറ്റ സ്റ്റീലിൽ ഫോറിൻ സബ്സിഡറി ഇരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സിൽ ഫോറിൻ സബ്സിഡറി ഇരിക്കുന്നു. ഇതുപോലൊക്കെയാണ് ഞാൻ നോക്കി പിക്ക് ചെയ്യുന്നത്. ITCയിൽ ഒരു വലിയ സംശയം ഇരിക്കുന്നു സാർ. ആ ചോദ്യത്തിന് ഞാൻ വരാം. അതിനു മുമ്പ് ഡിസംബർ 9, 19 വന്നിട്ട് FOMC സ്കെഡ്യൂൾ ആയിരിക്കുന്നു. ഇന്ത്യയിൽ വേറെ ഒരു 0.25 കുറച്ചിരിക്കുന്നു RBI. ഇന്ത്യയിൽ ആ 0.25 കുറച്ചത് കാരണം രൂപ വീക്ക് ആകും. ഇവർ 0.25 കുറയ്ക്കാതെ അവർ 0.25 കുറയ്ക്കുവാണെങ്കിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി കണ്ടിരിക്കാം അതിലിരുന്ന്. മെഡിക്കെയ്ഡ് അവൻ 0.25 കുറയ്ക്കുന്നെന്ന് പറഞ്ഞാൽ ഇന്നും ഫാസ്റ്റായിട്ട് വീഴും. ആ 0.25 കുറച്ചാലും വീഴും. ഗ്യാപ്പ് ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് ഇന്ത്യ വളരെ കുറവാണ്. ഇവിടെ 5.25 ഇരിക്കുന്നു. അവിടെ 4.2 1.5% തന്നെ ഗ്യാപ്പ്. 0.25 കുറയ്ക്കുവാണെങ്കിലും കഷ്ടം തന്നെ. ഓൾറെഡി വിട്ട കാശ് വെളിയിൽ പോകുന്നു. അവൻ കുറയ്ക്കുന്നില്ല എന്ന് വെച്ചാൽ ഇന്ന് ഫാസ്റ്റായിട്ട് വെളിയിൽ പോകും. ഇന്ന് എന്താണ് തമാശ എന്ന് നോക്കിയാൽ ആ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ ഈ IITയിൽ പഠിച്ചവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇന്നൊരു 0.25 കട്ട് ചെയ്തു. ആ ഒരു 0.25 കട്ട് ചെയ്ത കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കൊക്കെ കയറിയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് കുറയും. അല്ലാതെ ബാങ്കിൽ FD ഇടാൻ ആരും പോകുന്നില്ല. 7% വട്ടി കൊടുത്തും ആരും പോകുന്നില്ല. ഇപ്പൊ പബ്ലിക് സെക്ടർ ബാങ്കൊക്കെ വട്ടീനെ കുറയ്ക്കണം. കുറയ്ക്കുവാണെങ്കിൽ എല്ലാവരും പാക്കറ്റിനെ എടുത്തുകൊണ്ട് ഓടിപ്പോവും. സോ FDA ഇല്ല, ലോണും ആരും വാങ്ങുന്നില്ല. അങ്ങിയ ലോണിന് വട്ടീനെ കുറയ്ക്കണം. പിന്നെ എന്താണ് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ തൂക്കുന്നു? ആൾറെഡി ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ 85-90 എന്നാണ് ഇരിക്കുന്നു. ഇൻ കേസ് ഓഫ് HDFC ബാങ്ക് 95ക്ക് മുകളിൽ ഇരിക്കുന്നു എന്ന് തോന്നുന്നു. ഇവർ എന്നാണ് അതിനെ 65 ആക്കുന്നത്? എന്തെങ്കിലും വട്ടി കയറ്റി ഡെപ്പോസിറ്റ് കൊടുത്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരേ ഗ്രോത്ത് ആയിരിക്കും ഇന്ത്യ എന്ന് പറയുന്നു. ഇത്രയും വളരെ ഗ്രോത്ത് ഇരിക്കുവാണെങ്കിൽ എന്താണ് നിങ്ങൾ വട്ടീനെ കട്ട് ചെയ്യണം? അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുതൽ ഇരിക്കുന്നത് എന്നല്ലേ സാർ അർത്ഥം? നിങ്ങൾ ഇൻഫ്ലേഷനും ഇല്ലാന്ന് പറയുന്നു. ഇൻഫ്ലേഷൻ കൂടുതൽ ഇരിക്കുവാണെങ്കിൽ വട്ടീനെ ഏറ്റുമോ കുറയ്ക്കുമോ സർ? ഇൻഫ്ലേഷൻ കൂടുതൽ ഇരുന്നെങ്കിൽ വട്ടീനെ കയറ്റണം, റൈറ്റാ? പക്ഷെ ഇവിടെ വട്ടീനെ നിങ്ങൾ കുറച്ചിട്ടാണ് ഉള്ളത്. പക്ഷെ ഇൻഫ്ലേഷൻ ഇല്ല എന്ന് നിങ്ങൾ മാത്രം തന്നെ പറയുന്നു. പക്ഷെ എല്ലാവരും പറയുന്നു ഇൻഫ്ലേഷൻ ഇരിക്കുന്നു എന്നാണ് പറയുന്നു. ഇപ്പൊ ഇൻഫ്ലേഷനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിഗോയുടെ വില കയറരുത്. പ്ലെയിനെ ഓടാതെ ഷോർട്ടേജിൽ ഇരിക്കുന്ന സമയം പ്ലെയിൻ ടിക്കറ്റ് കയറുമ്പോ കുറയുമോ? കയറും സർ. അപ്പോൾ അത് ഇൻഫ്ലേഷൻ ആയില്ല. ഇവിടെ നിന്ന് കോയമ്പത്തൂർ പോകാൻ 12,000 രൂപ,
അതെ ഇപ്പൊ സാർ 2800 ഞാൻ പോയിരിക്കുന്നു സാർ. എമർജൻസി ആയിട്ട് ഇനി പോയല്ലേ? 3000 ആയതുപോലെ ഉണ്ട് സാർ. എമർജൻസിയാ പോയതാ? അതിപ്പോ അല്ല സാർ. 3 വീക്സ് ബാക്ക് പോയപ്പോൾ 4500 റേഞ്ചിലിരുന്നു സാർ. നാളെ പോകണം, ഇന്ന് ടിക്കറ്റ് വേണം എന്ന ഒരു സിറ്റുവേഷനിൽ. പക്ഷെ ഞാൻ ഇപ്പൊ മെനിങ്ങാന്ന് നോക്കുന്ന സമയം 12,000 രൂപ കാണിച്ചു സാർ. 2000 നിന്നല്ല, വിലവാശിയൊന്നും കയറിയില്ല. ജസ്റ്റ് 12,000 അല്ലേ? അറ്റ്ലീസ്റ്റ് വട്ടിയെങ്കിലും കുറഞ്ഞിരിക്കുന്നു സാർ. ബാങ്ക് ലോൺ എടുക്കാം, അത് ആ ഒരു ഇതെങ്കിലും ഇരിക്കുന്നു സാർ. ഇപ്പോൾ പക്ഷെ നീ തന്നെ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്തല്ലോ. ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് തന്നെയല്ലേ വെക്കും? കോമൺ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി പറയുന്നു സാർ. അതിലൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ സാർ 0.25 RBI കുറച്ചാൽ 0.1% 0.15% കുറയ്ക്കും. പക്ഷെ അതിനെ കുറയ്ക്കാൻ ഒരു 6000 രൂപ പണം കെട്ടെന്ന് പറയും. മുമ്പേ ആ കാശിനെ വാങ്ങിയോണ്ട് മാസം മാസം കുറയ്ക്കുമെന്ന് പറയും. ഇപ്പൊ ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ, ഇല്ല സാർ, ഇങ്ങനെ അവര് സോറി സാർ. സാർ പറയൂ. ഇല്ല, നിങ്ങൾ പറയൂ എന്ത് പറയാമെന്ന്. ഇപ്പൊ എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പരിപ്പൊക്കെ വെളിനാട്ടിൽ നിന്ന് തന്നെ വരുന്നു. പാം ഓയിൽ വെളിനാട്ടിലിരുന്ന് വരുന്നു. 80 രൂപ കൊടുക്കുന്നത് ബദലാ 90 രൂപ കൊടുക്കുവാണെങ്കിൽ പരിപ്പിന്റെ വില കയറുമോ കുറയുമോ? കുറയുമെന്ന് വിചാരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നു. അവർ എവിടെയാണ് പരിപ്പ് വാങ്ങുന്നു 80 എന്ന് രൂപ അറിയുന്നില്ല 90 സാർ. രൂപ. എവിടെ വാങ്ങുന്നു അറിയുന്നില്ല സാർ. പക്ഷെ അമ്മയൊക്കെ പരിപ്പ് വാങ്ങൂല. ഏറി തന്നെ ഇരിക്കുന്നു. മാഡം അങ്ങനെയല്ല. 80 രൂപയ്ക്ക് ഇമ്പോർട്ട് ചെയ്യണ സമയം 1 കിലോ പരിപ്പിന് 80 രൂപ കൊടുത്തു. $1 കൊടുത്തെന്ന് വെക്കാം. ഇന്ന് $2 കേൾക്കുന്നു. $1 വിറ്റാൽ കൂടെ നിങ്ങൾ 90 രൂപ കൊടുക്കണം. അതിനെക്കുറിച്ച് അവർക്ക് വിഷമമില്ല. എന്താണ് വിഷമം എന്ന് പറ. ജിക്ക് എന്താണ് വിഷമം? ഇല്ല വലിയച്ഛന് എന്താണ് വിഷമം? ഇതാണ് സാർ. എന്തെന്ന് അറിയുന്നില്ല. അവരുടെ വിഷമം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. A1ഉം A2ഉം $70 രൂപ ഡോളറിനെ വെച്ച് കടം വാങ്ങി. തീർത്തിപ്പോൾ ആ കടനെ ചോദിക്കുന്ന സമയം നിന്റെ അടുത്ത് 90 രൂപ ചോദിക്കുന്നില്ലേ? വാങ്ങിയ ക്യാപിറ്റൽ തന്നെ കൂടുതലായി. അപ്പം നല്ല RBIക്ക് ഓർഡർ ഇട്ടിരിക്കും. വിറ്റേണ്ടേ ഇര്, നിർത്തരുത്. ഡോണ്ട് സ്റ്റോപ്പ് സെല്ലിങ്. സാർ, ഈ കാര്യത്തിൽ ഇങ്ങനെ ബോൾ ഇട്ടപ്പോൾ ഞാൻ ഒരു കാര്യം ജഡ്ജ് ചെയ്യാൻ ശ്രമിച്ചു, വേറെ സ്റ്റൈലിൽ പറയണമെങ്കിൽ. അപ്പോൾ FOMC ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയാലും കയറ്റിയില്ലെങ്കിലും റുപ്പി വന്നിട്ട് ഡിപ്രീഷിയേറ്റ് ആകും, ഗോൾഡിന്റെ റേറ്റ് കയറും. കുറഞ്ഞാലും കഷ്ടം. 0.25 കട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. പതിയെ പതിയെ വീഴും. 0.25 കയറ്റുവാണെങ്കിൽ അത് ഫാസ്റ്റാ വീഴും. റുപ്പി വാല്യൂ അല്ലേ സാർ പറയുന്നു? നീ കെമിസ്ട്രി 12th പഠിച്ചായിരുന്നോ? 12th തന്നെയല്ല കെമിസ്ട്രി. അതിൽ ലാബ് ഉണ്ടാ ഇല്ല നിനക്ക്? അതിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന്. അങ്ങനെ വേണ്ട, ഞാൻ കറക്റ്റാ ചോദിക്കും. 11th 12th ലാബ് ചെയ്തിരിക്കുന്നല്ലേ? അതെ, ചെയ്തിരിക്കുന്ന സാർ. ഒരു വലിയ പൈപ്പ് ഒന്ന് തരും. പിപ്പറ്റ്. ആ പിപ്പറ്റിൽ പറഞ്ഞാൽ ഊതരുതിടാ. ബ്യൂററ്റാ? ആ അതെ, ബ്യൂററ്റ്. ആ ബ്യൂററ്റിനെ ഇങ്ങനെ തുറന്നു വിടണല്ലേ? ആ താളപ്പേനി തുറന്നു വിടല്ലേ ബ്യൂററ്റിനെ? തുറക്കോ ഇല്ലയോ? തുറക്കല്ലോ. ഇപ്പം അതിൽ 0.25 ഇറക്കണത് ബദൽ 0.25 കയറ്റിയെങ്കിൽ വെച്ചോ, നല്ല ടൈറ്റ് ചെയ്യും. രൂപ പടപടപട വന്ന് വീഴും. അങ്ങനെ നോക്കിയാൽ ഇവിടെ ലൂസ് ചെയ്തു എന്നർത്ഥം. അപ്പം താഴെ വീഴും വെള്ളം. അങ്ങനെ താഴെ വീഴുവാണെങ്കിൽ സെഞ്ചുറി തീർച്ചയായിട്ടും വരും. ഒരു 7-8 മാസത്തിന് മുമ്പേ പറഞ്ഞായിരുന്നു 92 രൂപ ഇപ്പൊ ഇരിക്കേണ്ട റുപ്പി. ഒരു റേറ്റിനെ കേട്ടുവാണെങ്കിൽ സെഞ്ചുറി തീർച്ചയായിട്ടും വരും. റേറ്റ് അങ്ങനെ വയ്ക്കുവാണെങ്കിൽ 1 വർഷത്തിൽ സെഞ്ചുറി. ഓരോ റേറ്റ് കെട്ട് ചെയ്യുവാണെങ്കിൽ സെഞ്ചുറി നിക്ഷയം. ഞങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്, ഞങ്ങൾക്ക് എന്താണ് ആവശ്യം ഇതിലെന്ന് നോക്കിയാൽ ഓൾഡ് റേറ്റ് കയറും. ഡെഫിനറ്റ് ആയിട്ട് കയറും. എന്നാൽ മാത്രം ഞങ്ങൾ ഇതിലിരുന്ന് ടേക്ക് അവേ ആയിട്ട് എടുക്കുന്നത് സാർ. ബാങ്ക് ഡെപ്പോസിറ്റ് ഇറങ്ങും, അതിലിരുന്ന് ബാങ്കിന് പോവും. ഗോൾഡ് തിരികെ ലോക്കറായിട്ട് ബാങ്കിൽ പോവും. ഓക്കെ സാർ. ഈ പണപ്പുഴക്കത്തിലിരിക്കുന്ന കാശ് നാട്ടിന് പോയിക്കൊണ്ട് വിത്ത് ഗോൾഡാ വന്ന് ലോക്കറിൽ പോവും. ഓക്കെ സാർ, ഡൺ. ഞങ്ങളെ ടേക്ക് അവേ ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ആകും എന്നതാണ്. അതായത് ചാൻസ് വളരെ നന്നായിട്ടിരിക്കുന്നു. അടുത്തത് ഈ പട്ടാസ് ലിസ്റ്റ്. ആർബിന്റെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിയ ലിസ്റ്റ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയേണ്ടത് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ട് വൈരസൂചി ആയി എന്നതാണ്. സാർ, നിങ്ങളെ സ്ട്രാറ്റജി നോക്കുമ്പോൾ വജ്രസൂചി ആവുകയാണെങ്കിൽ എന്താണ് അതിനെ വിൽക്കുന്നു? അതിന് അങ്ങനെ വിട്ടാ പോരേ സാർ? വൈരമല്ലേ സാർ? വൈരം തന്നെ. സോ അതിനെ നിങ്ങൾ അതിന്റെ പാട്ടി അതിന്റെ ഇഷ്ടത്തിന് അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെ തപ്പിയെടുത്ത് വെളിയിൽ കൊണ്ടുവരുന്നു. ഇതിന്റെ മുകളിൽ കൺസിഡർ ചെയ്യാൻ പറ്റൂല, വെക്കേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് പറഞ്ഞ സ്റ്റോക്സിൽ ഏതൊക്കെയാണ് നിങ്ങൾ സാർ വജ്രസൂചി എന്ന് പറയും എന്ന് പറയാമോ? എനിക്ക് എല്ലാം ഓർമ്മയില്ല. ടൈറ്റൻ വജ്രസൂചിയായി, 1700 ഏതോ പറഞ്ഞതുപോലെ ഓർമ്മ. ഡാനിയ വജ്രസൂചിയായി, ഗോദ്രേജ് കൺസ്യൂമർ വജ്രസൂചിയായി, ടാറ്റ ടീ ആയിരിക്കുന്ന സമയം ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. എന്റെ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ടാറ്റ ഗ്ലോബൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമർ ആയിട്ടും ഇരുന്നു. അത് ടാറ്റ ടീയിൽ നിന്ന് ടാറ്റ കൺസ്യൂമർ ആയി ടാറ്റ ഗ്ലോബൽ ആയിരിക്കുന്നു. അതും വജ്രസൂചിയാണ്. ടാറ്റ കെമിക്കൽസ് വജ്രസൂചിയായിരുന്നു. ഇപ്പൊ സോഡിയം ബൈകാർബണേറ്റിന്റെ വില ഇറങ്ങിയ കാരണം അത് നോർമലായി. IDFC ഇപ്പൊ വൈരസൂചിയായി. IDFC വൈരസൂചി അത് 80ന്റെ മുകളിൽ പോയല്ലേ? ഇപ്പൊ അത് വജ്രസൂചിയാണ്.
ഹബ്ബ് വൈറസ് സൂചിയായി. സിറ്റി യൂണിയൻ ബാങ്ക് പറയുന്നത് സർ. അതെ, തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് നമ്മൾ കൺസിഡർ ചെയ്തു. IPOന്റെ വില കാണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂപ്പർ ബാങ്ക് ഫാമിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കോർട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. കേസ് തീരുവാണെങ്കിൽ ബെറ്റർ ആയിട്ടിരിക്കും. ടാറ്റ സ്റ്റീൽ വജ്ര സൂചി എന്ന് പറഞ്ഞു. ടാറ്റ മോട്ടോഴ്സ് രണ്ടാ പിരിഞ്ഞു. ഇന്ത്യൻ ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വജ്ര സൂചിയായി. ടാറ്റ സ്റ്റീലിനൊക്കെ ഞങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു ചാൻസ് കിട്ടിയതുപോലെ ഇല്ലല്ലോ സർ. 50 രൂപയ്ക്ക് ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു. എഞ്ചിട്ടുണ്ട് അയ്യാ എന്ന്. ITC വന്നിട്ട് 135 145 ഒക്കെ പറഞ്ഞായിരുന്നു. ഇൻഫോസിസ് 660 രൂപയ്ക്ക് പറഞ്ഞു ഞാൻ. ബജാജ് 3400 രൂപ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോ മോട്ടോർ കാർപ്പ് വന്നിട്ട് 1750 3400 രൂപ പറഞ്ഞ വീഡിയോ ഉണ്ട്. എന്താണ് വേണോ? നിങ്ങൾ ITC 145 എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്കമയിൽ 250 രൂപയ്ക്ക് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. മണപ്പുറം 32 രൂപയിലിരുന്നേ ഇരിക്കുന്നു. ഡോക്ടർ തഞ്ചാവൂരിലാണ് ഇരിക്കുന്നു. സോ ഇതൊക്കെ വജ്ര സൂചികൾ. അത് ഇന്ന് മണപ്പുറം വന്നിട്ട് 280 270 എന്തോ ഇരിക്കുന്നു. 120 വരയ്ക്കും നമ്മൾ കൺസിഡർ ചെയ്തു. ഇടയിൽ എന്താ ഒരു പ്രാവശ്യം കുറഞ്ഞ് 140ക്ക് പോയെന്ന് തോന്നുന്നു സർ. റീസെന്റ് ആരെങ്കിലും 1.5 വർഷത്തിന് ഞാൻ മുമ്പ്. കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുമായിരിക്കും. കറക്റ്റ് സർ. ഈ ചാൻസിനെ വിടരുത് എന്ന് പോലും സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ ഒരു കാര്യം പറഞ്ഞത് കറക്റ്റ് സർ. പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. നീ എന്ത് ഇന്നലെ പറഞ്ഞു 10 സ്റ്റോക്ക് തന്നെ അറിയാമെന്ന്. പക്ഷെ 10 സ്റ്റോക്കിന്റെ മേളില് പറഞ്ഞിട്ടുണ്ട്. 10 സ്റ്റോക്ക് കച്ചേരി നീ പറഞ്ഞായിരുന്നു. അങ്ങനെയല്ല, 66 സ്റ്റോക്ക് കച്ചേരി എന്ന് പറയണം. ഓക്കെ സർ. ആ ലിസ്റ്റ് ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നത് സർ. ഇനിയൊരു മാറ്റർ നീ നോക്കിയായിരുന്നോ? സ്മോൾ ക്യാപ്പ് 20% മേളിൽ ഗാലിയാണ്. 640 സ്റ്റോക്ക് 50% മേളിൽ ഗാലി. ഒരുപാട് വലിയ സ്റ്റോക്കൊക്കെ 70% ഗാലിയാണ്. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് വേണ്ട എന്ന്. സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടാ? സത്യം തന്നെ സർ. അത് പക്ഷെ അതല്ലേ സർ കുറവായിട്ട് ഇരിക്കുന്ന വില. സൂട്ടായെന്ന് വിശ്വസിച്ച് 1500 കട്ടി. വൈരാജ വൈ എന്ന്. എന്നാ സൂട്ട 500 രൂപയ്ക്ക് കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നു. സൂട്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് ആളാണ് IT ഇൻഡസ്ട്രിയിൽ. അശോക് സൂട്ട. അവർ തന്നെ വന്നിട്ട് വിപ്രോയിന് ഒരു പെരിഫറൽ കമ്പനിയിലിരുന്ന് സോഫ്റ്റ്വെയർ കമ്പനിയെ മാറ്റിയത് അയാളാണ്. ഇത്ര ദിവസം നമ്മൾ ഗൂജ തോക്കുന്നതെന്ന് വിചാരിച്ച് അവർ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. എൻട്രീനെ വിട്ട് അവർ ഒരു ഫുട്ബോൾ പോലെ തൂക്കി അടിച്ചായിരുന്നു. അവർ ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഉടനെ ദി ബോസ് എന്ന് പറയുന്നത് പോലെ, അതായത് ശിവാജി ദ ബോസ് എന്ന് പറയുന്നത് പോലെ 1500 രൂപയ്ക്ക് വരയ്ക്കും പോയി. 500 രൂപയ്ക്ക് കാറ്റിറങ്ങിയതിന്റെ ശേഷം കൂടെ 39 ടൈംസ് ഏർണിങ്സ് ഇരിക്കുന്നു. ഓക്കെ സർ, ഡൺ. ഇന്നുള്ള ചോദ്യങ്ങൾ ഇത്ര തന്നെ സർ. ഇതിന് തുടർന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ നാളത്തെ കാര്യത്തിൽ ചോദിക്കാം സർ. നന്ദി, നമസ്കാരം.